എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. കാര്യം എൻ്റെ ചീരയുടെ വിളവെടുപ്പാണെന്ന്. അപ്പോൾ നമ്മുടെ ചീര ഇട്ടിട്ട് 28 ദിവസമായിരിക്കുകയാണ് നമ്മുടെ ചെമ്പട്ട് ചീര. അപ്പോൾ ഇന്ന് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണി ഞായറാഴ്ച വിപണിയിലേക്ക് നമുക്ക് മാർക്കറ്റിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഈ ചീര വിളവെടുക്കാൻ പോവുകയാണ്. നല്ല അടിപൊളിയായിട്ട് 3 ഘട്ടമായിട്ടാണ് നമ്മൾ അന്ന് ചീര ഇട്ടത്. ഇത് ഇട്ട് 2 ദിവസം കഴിഞ്ഞ് ഇതിട്ടു, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അതിട്ടു. അപ്പോൾ 2 ദിവസം വെട്ടാൻ വേണ്ടിയിട്ടുള്ളത് നല്ല റെഡി ആയിട്ട് നിൽപ്പുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അടുത്തത് സെക്ഷൻ വെട്ടാറാവും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ നമ്മുടെ ചെമ്പട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ആദ്യമേ ചീരയുടെ വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ചീരയുടെ കട്ടിങ്ങും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം നല്ല വെട്ടാൻ പാകമായിട്ട് നല്ല വളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് കൊടുത്ത വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലിറ്റർ ഗോമൂത്രവും 2 കിലോ ചാണകവും അത് മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ നല്ല വളർച്ച നമ്മുടെ ചീരക്കുണ്ട്. മൂടെല്ലാം നല്ല കറക്റ്റ് ലെവലിനായിട്ട് നിൽക്കുന്നത്, കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെമ്പട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ചീര വിളവെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര നമ്മളിപ്പോൾ വിളവെടുക്കണം കേട്ടോ. നല്ല പരുവായിട്ടുണ്ട്. ഒരു തണ്ട് തന്നെ നല്ല കനത്തിന് നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിപണിയിൽ നല്ല വില ഇപ്പോൾ ചീരയ്ക്കുണ്ട്. നമ്മൾ 60 രൂപയ്ക്കാണ് ചീര വിൽക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് ചിലവുമുണ്ട് ചീര. അപ്പോൾ ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്താണ് എടുക്കുന്നത്. ചിലർ ചീര പുഴുതെടുക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ വെള്ളത്തിൻ്റെയൊക്കെ കുറച്ച് ദൗർലഭ്യമുണ്ട്. അപ്പോൾ ഈ ചീര ഒരിക്കൽ കൂടെ നമുക്ക് ഇവിടെ ചീര ഇടാൻ പറ്റത്തില്ല, കാര്യം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ചെറിയ ചീരയും അതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ ആ ചീരയിൽ നിന്ന് വീണ്ടും പൊട്ടി കിളിർത്തിട്ട് നമുക്ക് ഒരിക്കൽ കൂടി 1-2 തവണ നമുക്ക് വീണ്ടും ഈ ചീരയിൽ നിന്ന് തന്നെ വിളവ് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പുഴുതെടുക്കുകയല്ല, കട്ട് ചെയ്താണ് എടുക്കുന്നത്. ചെറിയ ചീര ഇതിൻ്റെ അടിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മുകളിലുള്ള വലിയ ചീര വെട്ടിക്കൊടുക്കുമ്പോൾ ആ ചീര വീണ്ടും മുകളിലേക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പം 2 രീതിയിൽ ചിലർ പുഴുതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇങ്ങനെ വെട്ടിയാണ് എടുക്കുന്ന ചീര. മുകളിലോട്ട് കയറ്റി വേണം വെട്ടാൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അടിയിലുള്ള അടിയിൽ നിന്ന് കിളിർത്ത് വരാൻ ഉള്ള ഒരിതുണ്ടാവും. കുറച്ച് തീരെ താത്ത് വെട്ടരുത്. നമ്മുടെ വെട്ടുന്ന സ്ഥലത്ത് കണ്ടോ ചെറിയ ചീര നിൽപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വീണ്ടും വെള്ളവും അതുപോലെ ഗോമൂത്രമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വീണ്ടും മുകളിലേക്ക് അടുത്തത് പൊടിച്ചു നല്ലതുപോലെ വളർന്നു വരും. നമ്മൾ ഒരിക്കൽ ഗോമൂത്രം ഇതും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് കർഷകന് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ചീരകൃഷി. കാര്യം നമുക്കൊരു 30 ദിവസത്തിൽ നമുക്ക് പോക്കറ്റ് നിറച്ച് കാശ്. അതിന് ഏറ്റവും പറ്റിയ മാർഗം ഈ ചീരകൃഷി തന്നെയാണ്. അപ്പോൾ
പുതിയതായിട്ട് കൃഷിയിൽ ഇറങ്ങുന്നവർക്ക്, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃഷിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം ചീര കൃഷിയായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഒരു മാസത്തിൽ തന്നെ നമുക്ക് കുറച്ച് വരുമാനം കിട്ടിയപ്പോൾ നമുക്ക് ഈ കൃഷി ചെയ്യാൻ കൂടുതലായിട്ടൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ പുതിയതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കൃഷിയാണ് ഈ ചീര കൃഷി. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല. അതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആദ്യം തന്നെ വരുമാനം ലഭിക്കും. അപ്പോൾ നമ്മുടെ വിപണിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചീര. അപ്പോൾ നമ്മുടെ ചീരകൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.